ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വാനില സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിൽ ഞാൻ മുട്ടയും ബട്ടറും ഒന്നും ചേർക്കണില്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കാണിത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ കേക്ക് ടിന്നിൽ കുറച്ച് എണ്ണയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് ഇതുപോലെ കൊട്ടിക്കൊടുക്കുക. അപ്പോൾ എണ്ണ നന്നായിട്ട് എല്ലായിടവും തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് ഇതുപോലെ എല്ലായിടവും ആക്കിയെടുക്കണം. എന്നിട്ട് കേക്കിൻ്റെ ബാറ്റർ ഇതിലോട്ട് ഒഴിക്കുക. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ കേക്ക് ബേക്ക് ചെയ്യാനുള്ള ടിന്ന് റെഡിയാക്കി എടുക്കണം ഇതുപോലെ. ഇനി ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ബട്ടർ പേപ്പർ വെച്ചാലും മതി. ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ എടുക്കാൻ പോണത് ആദ്യം തന്നെ ഒരു 1/2 കപ്പ് തൈരാണ്. ഞാൻ മെഷർമെൻറ്റ് കപ്പ് എടുത്തുന്നേ ഉള്ളൂ. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഗ്ലാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അളവിന് എടുത്താൽ മതി. അപ്പം മൈദയും പഞ്ചസാര പൊടിച്ചൊക്കെ ഇതേ ഗ്ലാസ്സിന് എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ മെഷർമെൻറ്റ് കപ്പ് യൂസ് ചെയ്യാണ്. അപ്പോൾ 1/2 കപ്പ് തൈര് ഈ ബൗളിലോട്ട് ഒഴിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് പഞ്ചസാര പൊടിച്ചതാണ്. അത് ഒരു 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതും ഇതിലോട്ട് ഇട്ടുകൊടുക്കുക. കുറച്ച് പഞ്ചസാര എടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് അത് ഒരു 1/2 കപ്പ് അളന്നിട്ട് എടുത്താൽ മതി. അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന പാക്കറ്റ് തൈരില്ലേ, ആ തൈരാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുന്ന തൈരുണ്ടെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കുക. അധികം പുളി പാടില്ല, ഒരു നോർമൽ പുളിയുള്ള തൈരായാൽ മതി. ഇതുപോലെ സ്പൂണ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും സുഖമാണ്, എല്ലാവർക്കും വീട്ടിലുണ്ടാവുന്നത് തന്നെയല്ലേ. സ്പൂണ് വെച്ചിട്ട് ഈസി ആയിട്ട് ഇതുപോലെ നന്നായിട്ട് സ്പൂണ് വെച്ച് ബീറ്റ് ചെയ്യുക. അപ്പോൾ സ്മൂത്തായി കിട്ടുന്ന വരെ ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇതിപ്പോൾ അങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കണത് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ആണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് പൊടിയിലിട്ടിട്ടല്ല ഞാൻ മിക്സ് ചെയ്യുന്നത്, ഡയറക്റ്റ് തൈരിലോട്ട് ചേർക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ തൈരും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ബേക്കിംഗ് സോഡ അതിൽ റിയാക്ട് ചെയ്യാൻ തുടങ്ങും, തൈരുമായിട്ട് റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ബബിൾസൊക്കെ വരും. അപ്പോൾ ബബിൾസ് വരാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഈ തൈരൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതിലോട്ട് ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചെടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ല പോലെ സ്പൂണ് കൊണ്ട് മിക്സ് ചെയ്യുക. നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എല്ലായിടവും മിക്സ് ആയിട്ടില്ലേന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ഓരോന്ന് ആഡ് ചെയ്യാനായിട്ട്. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ ചേർക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യണം, എന്നിട്ട് വേണം 5 മിനിറ്റ് വെക്കാൻ. ഞാനിതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മൈദ ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 1/4 കപ്പ് മൈദയാണ്. അപ്പോൾ നിങ്ങൾ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളെങ്കിൽ നിങ്ങളെടുത്ത ഗ്ലാസ്സിന് ഒരു 1/4 ഗ്ലാസ് മൈദ എടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ സ്പൂണ് കൊണ്ടാവുമ്പോൾ നന്നായിട്ട് മിക്സായി കിട്ടണമെങ്കിൽ, കട്ട കുത്താതെ ഇരിക്കണമെങ്കിൽ സെയിം ഡയറക്ഷനിൽ തിരിച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കട്ടയൊന്നും ഇല്ലല്ലോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ടിന്നിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കണ്ടോ, നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ്. ഇങ്ങനെ തന്നെയാണ് കിട്ടേണ്ടത്. തിക്ക് നല്ലൊരു തിക്കിൽ കിട്ടണം, എങ്കിൽ തന്നെയാണ് കറക്റ്റ് അതിൻ്റെ കൺസിസ്റ്റൻസി വരുന്നത്. നന്നായി പോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം മാത്രം ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇഡ്ഡലി പാത്രത്തിൽ ഉപ്പിട്ടിട്ട് സ്റ്റാൻഡ് ഇട്ടിട്ടാണ് ഇറക്കി വെച്ചിട്ടുള്ളത്. ലോ ഫ്ലെയിമിൽ 25 മിനിറ്റ് ബേക്ക് ചെയ്തപ്പോഴത്തേനും കേക്ക് നല്ല സോഫ്റ്റായിട്ട് പൊന്തി വന്ന് ബേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കിയപ്പോൾ അതിലൊന്നുമില്ല, നല്ല ക്ലീനായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് എടുക്കുകയാണ്. ഞാൻ ജസ്റ്റ് ബട്ടർ പേപ്പർ വെച്ചിരുന്നു. ബട്ടർ പേപ്പർ വെക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞ അതേപോലെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൃത്തിയായിട്ട് കിട്ടുന്നതാണ്. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേക്ക്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ കേക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെടാത്തവർക്ക് ഡിസ്ലൈക്കും അടിക്കുക. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക്